വളരെ ആത്മാർത്ഥമായി പറയുകയാണ്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. റഹ്മാനായ റബ്ബ് നമുക്ക് സ്നേഹം നൽകുമാറാകട്ടെ. ഉറപ്പായിട്ടും ആ സ്നേഹം പ്രകടിപ്പിക്കണം, പക്ഷേ നബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിലയിൽ. അപ്പോൾ ചോദ്യമുണ്ടാകും, എന്താണ് ഇഷ്ടപ്പെടുന്നത്? വളരെ ലളിതവും മനോഹരവും പ്രധാനവുമായ മാർഗമുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും നിയ്യത്ത് ചെയ്യൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കൂടുതലായി വായിക്കുകയും എഴുതുകയും കേൾക്കുകയും പറയുകയും ചെയ്യുമെന്ന് എല്ലാവരും നിയ്യത്ത് ചെയ്യൽ. നബി തങ്ങളുടെ വലിയ ആഗ്രഹമാണ്, മുझे मेरे नाम से इश्क मेरे काम से है. എനിക്കെന്റെ പേരിനേക്കാളും ഏറ്റവും വലിയ താല്പര്യം എന്റെ സന്ദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവനും അതുമായിട്ടാണ് നടന്നത്. തങ്ങളുടെ ദീൻ നമ്മൾ പഠിക്കണം. ഹജ്ജിന് യാത്ര ചെയ്യുകയാണ്, ഹാജിമാരുടെ കൂട്ടത്തിൽ കഴിയുകയാണ്. നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. ഹാജിമാരെന്ന് പറഞ്ഞാൽ കുറച്ച് ബോധവും അറിവുമുള്ളവരാണല്ലോ. നേരിട്ടുള്ള അനുഭവമാണ്. ധാരാളം ഹാജിമാർക്ക് സൂറത്തുൽ ഫാത്തിഹ അറിയില്ല, ധാരാളം ഹാജിമാർക്ക് അത്തഹിയ്യാത്ത് അറിയില്ല. വലിയ കുറ്റബോധമാണ് ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മസ്ജിദിൽ നിറഞ്ഞ ആളുകൾ നമസ്കരിക്കുന്നത് കൊണ്ട് മനസ്സിൽ ഒരു സമാധാനവും വരുന്നില്ല. ആ നബിതങ്ങളെ പറ്റി പഠിക്കും. രണ്ട്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനം നമ്മൾ പകർത്തും. സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരും. ആദ്യമായി ഫർദുകൾ കൊണ്ടുവരും, രണ്ടാമതായി സുന്നത്തുകൾ കൊണ്ടുവരും. മൂന്നാമത്തെ പ്രവാചക സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളുടെ മക്കൾക്ക്, ഇണകൾക്ക്, കുടുംബത്തിന് എത്തിച്ചു കൊടുക്കുക. ആകാശത്തും ഭൂമിയിലും മഹല്ലിലുമെല്ലാം പിന്നീടിരിക്കട്ടെ, ആദ്യമായി നമ്മൾ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കുക. എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന്, എന്റെ മക്കൾക്ക്, എന്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പ്രവാചകനെ പറ്റി എന്തറിയാം? ഒന്ന് സംസാരിച്ചു നോക്കി. 4 ഖലീഫമാരുടെ പേരറിയാത്ത ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അറിയാത്തവരുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ പ്രചരിപ്പിക്കില്ല. ആ പ്രചാരണത്തിൽ ഒന്നാണ് സ്വന്തം കുടുംബത്തിന് എത്തിച്ചു കൊടുക്കൽ. അതിന്റെ രണ്ടാം ഭാഗമാണ് സമുദായത്തിന് എത്തിച്ചു കൊടുക്കൽ. ആ സമുദായം 2 വിഭാഗം. ഒന്ന്, മുസ്ലിമീങ്ങൾ, മസ്ജിദുമായി അവരെ ബന്ധിപ്പിക്കൽ, ദീനിയായ കാര്യങ്ങളുമായിട്ട് അവരെ ബന്ധിപ്പിക്കൽ. 2, അമുസ്ലിമീങ്ങൾ. ഇത്ര റബീഉൽ അവ്വൽ ആഘോഷിച്ചിട്ടും നിങ്ങൾക്കറിയാമോ, റബീഉൽ അവ്വൽ പരിപാടിയിൽ പൊട്ടത്തെറ്റ് പറയുന്ന അമുസ്ലിം സഹോദരങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം റബീഉൽ അവ്വൽ പരിപാടിയിൽ ഒരു കേരളത്തിലെ മന്ത്രിയുമായി ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് ഗുരുതരമായ തെറ്ററിയാവുന്ന ഞാൻ വാശി പിടിച്ചു ആദ്യം എന്നെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന്. അവർ സമ്മതിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംശയം എനിക്ക് ഇന്നാണ് മാറിയത്. പക്ഷേ എനിക്ക് ഈ വിഷയത്തെപ്പറ്റി ഇനിയും സംശയമുണ്ട്. ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് പറഞ്ഞു, താങ്കൾക്ക് ഞാൻ അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ തയ്യാറാണ്, താങ്കൾ എനിക്ക് സമയം തരണം. അവർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുക്കണം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു സമ്പത്ത് നൽകിയ സഹോദരങ്ങൾ അതുമായി ബന്ധപ്പെട്ട രചനകൾ മേടിച്ച ആളുകൾക്ക് കൊടുക്കൽ. വിശ്വനായകൻ ഞങ്ങൾ വളരെ അധ്വാനിച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കെട്ടുകെട്ടായിട്ട് മദ്രസയിൽ ഇരിക്കുകയാണ്. ജിഹാദിനെ പറ്റിയുള്ള സംശയം അത് വളരെ വ്യക്തമായ നിലയിൽ വിശദീകരിച്ചതിന് മറുപടി പറയുന്നുണ്ട്. എത്ര നന്നായിരിക്കും. അള്ളാഹുവിന്റെ ഏതെങ്കിലും അടിമകൾ 1000 കോപ്പി മേടിച്ചു, നിങ്ങൾക്ക് അനുവാദമുണ്ട്, നിങ്ങളുടെ പേരോ നിങ്ങളുടെ കടയുടെ പേരോ അതിൽ നിങ്ങൾ വെച്ചു, എന്നിട്ട് ആശംസകൾ നിങ്ങൾ അറിയിച്ചുകൊണ്ടത് അമുസ്ലിം സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു, മന്ത്രിമാർക്ക് എത്തിച്ചു കൊടുത്തു, നേതാക്കന്മാർക്ക് എത്തിച്ചു കൊടുത്തു. ആ രചന അത് ഇന്ത്യയിലെ ഒരു കടുത്ത നിഷേധിയായ വ്യക്തിക്ക് ഒരു മഹാപണ്ഡിതൻ അയച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹം മറുപടി അയച്ചു, എന്റെ രാവുകൾ പ്രവാചകൻ മുഹമ്മദിന്റെ കൂട്ടത്തിൽ വളരെ മനോഹരമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര നന്നായിരിക്കും. സഹോദരങ്ങൾ പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കും. 1000 കോപ്പി മേടിക്കും, പറ്റുന്നില്ല. 100 കോപ്പി മേടിക്കും, പറ്റുന്നില്ല. 50 കോപ്പി മേടിക്കും. എന്നിട്ട് നിങ്ങളുടെ പേരെഴുതി വെക്കും, മഹലിന്റെ പേരെഴുതി വെക്കും. ഞാൻ സങ്കടം പറയട്ടെ നിങ്ങളോട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹൽ റബീഉൽ അവ്വൽ പരിപാടിക്ക് പോവുകയുണ്ടായി.
കേരളത്തിലെ പഴയ സ്പീക്കർ കൂട്ടത്തിലുണ്ടായിരുന്നു. സ്വാഗതം ചെയ്യുന്ന സമയത്ത് പൂച്ചട്ടിന് പകരം ഞങ്ങൾക്ക് ഓരോ പുസ്തകം നൽകപ്പെട്ടു. എനിക്ക് വലിയ സന്തോഷം വന്നു. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം വരികയുണ്ടായി. പടച്ചവനെ, ഈ മഹല്ലുകാർ ഇങ്ങനെയെങ്കിലും കാണിച്ചല്ലോ. ഞാൻ പതുക്കെ അവിടെ ഇരുന്ന് എനിക്ക് കിട്ടിയ പുസ്തകത്തിലെ പേപ്പർ പതുക്കെ കീറി നോക്കി. ഞാൻ ഐസായി പോയി. വളരെ വൃത്തികെട്ട മെനകെട്ട ദീനിലോട്ട് പിന്നീട് കടന്നു വന്ന ഒരു സഹോദരിയുടെ ദീനില്ലാത്ത കാലഘട്ടത്തിലുള്ള സെക്സുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് മുസ്ലിയാർക്ക് നൽകിയിരിക്കുന്നത്. ഏതാണ് സമുദായം? ഈ പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഏത് ലോകത്ത് കിടക്കുന്നവന്മാരാണ്? ഞാനവിടെ ഐസായി അവരുടെ മുമ്പിൽ വെച്ച് പുസ്തകം വലിച്ചെറിഞ്ഞു. അവരുടെ മുമ്പിൽ വെച്ച്, എന്താ നിങ്ങൾ പുസ്തകത്തെ അനാദരിക്കുന്നോ? തെമ്മാടിത്തരം എഴുതപ്പെട്ട പുസ്തകമാണിത്. പരിശുദ്ധ ഖുർആന്റെ തർജുമ അവർക്ക് കൊടുത്തുകൂടായിരുന്നു. പ്രവാചക ചരിത്രം കൊടുത്തു. ഈ രീതിയിൽ സഹോദരങ്ങളെ, സമുദായത്തെ അന്ധമായിട്ട് എതിർക്കുന്നവരെ വലിയ വീഴ്ചകളുണ്ട്. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട പരിപാടി അത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കും. എന്നിട്ട് നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ആലോചിക്കും, എന്നിട്ടത് ചെയ്യും. ചെറുപ്പക്കാർ അവർ കൂടിയിരിക്കും, ഉസ്താദന്മാരെ വിളിക്കും, കൂട്ടത്തിയിരിക്കും. മഹല്ല് കമ്മിറ്റിക്കാരെ കൂടിയിരിക്കും, ഉസ്താദന്മാരെ വിളിക്കും. പിന്നെ എന്തിനാ ഈ സാധനങ്ങൾ, ഈ പണ്ഡിതന്മാര് അവരെ കൂട്ടത്തിൽ ഇരുത്തി നമ്മൾ പരിപാടികൾ നമ്മൾ തർത്തീബാക്കി. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, നമ്മൾ ഈ ചെയ്യുന്ന പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാണോ? നബിതങ്ങളുടെ പൊരുത്തം കിട്ടും. ഇഷ്ടമല്ലെങ്കിലോ ഈ പറയപ്പെട്ട രീതിയിലാണോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാചകം പറയാൻ പേടിയുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് വളരെ സ്നേഹത്തിൽ പറഞ്ഞ കാര്യമാണ്, തെറ്റുകൾ നമ്മൾ ഉപേക്ഷിക്കും. നമ്മൾ പരസ്യങ്ങളിൽ അനിസ്ലാമികത മാറ്റൽ, അതുപോലെ തന്നെ പരിശുദ്ധമായ കെലിമയെ, വിശുദ്ധ നാമങ്ങളെ അനാദരിക്കാതിരിക്കൽ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കൽ, ട്രാഫിക് തടസ്സമുണ്ടാക്കാതിരിക്കൽ, ശബ്ദകോലാഹലങ്ങൾ നടത്താതിരിക്കൽ, അഴുക്ക് മാറ്റി വൃത്തിയും വെടുപ്പുമുണ്ടാക്കൽ, ദൂർത്തുപേക്ഷിക്കൽ, അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ ആരാധനകളുമായിട്ടുള്ള സാദൃശ്യം വർജിക്കൽ. പിന്നെ ഈ പറയപ്പെട്ട കാര്യം ഒന്ന് പറയാൻ വിട്ടുപോയി. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് ഇന്നു മുതൽ മരണം വരെ തൗഫീഖ് നൽകുമാറാകട്ടെ. അധികം സ്വലാത്തുകളും സലാമുകളും ചെല്ലും, അധികമായിട്ട് സ്വലാത്ത് ചെല്ലും. നിബിധങ്ങൾ പ്രേരിപ്പിച്ച സ്നേഹം കൂടിയാണ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. സ്വലാത്തുകൾ അധികരിപ്പിക്കും. നിന്നുകൊണ്ട്, നടന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, നമ്മുടെ വീടിന്റെ ഓരോ തരികളിലും, നമ്മുടെ കടയുടെ ഓരോ ഭാഗങ്ങളിലും, മസ്ജിദുകളിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ അധികമായി സ്വലാത്തുകൾ ചൊല്ലുക. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. നൂറുകണക്കിന് അനുഭൂതികൾ ഉണ്ടാകും. അടിക്കടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അടുക്കാൻ സാധിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ മാസത്തിൽ നമ്മൾ വാട്സപ്പുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കും. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അല്ലാത്ത കാര്യങ്ങൾ വേണ്ട. ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യൽ. അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹുവിനോട് സ്നേഹം നൽകുമാറാകട്ടെ. അവന്റെ റസൂലിനോട് സ്നേഹം നൽകുമാറാകട്ടെ. അള്ളാഹുവിലേക്ക്, അവന്റെ റസൂലിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളോടും അള്ളാഹു സ്നേഹം നൽകുമാറാകട്ടെ. വാഹിദ് അൽഹംദുലില്ലാഹി.